guys, Wizard എന്ന് വന്നിരിക്കുന്നത് മോട്ടോയുടെ ഏറ്റവും പുതിയ g85 എന്ന് പറഞ്ഞ ഈ ഒരു ഡിവൈസിന്റെ മിന്നൽ റിവ്യൂ ആയിട്ടാണ്. മിന്നൽ റിവ്യൂവിനെ പറ്റി ആർക്കും അറിയത്തില്ലെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ നമ്മൾ പെട്ടെന്ന് തന്നെ വേണ്ട കാര്യങ്ങൾ വളരെ പ്രിസൈസ് ആയിട്ട് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് സെഗ്മെന്റ് ആണ്. നമുക്ക് വേഗം തന്നെ സമയം വേസ്റ്റ് ചെയ്യാതെ അവൻ തന്നെ അൺബോക്സ് ചെയ്യണമല്ലോ. കത്തിയില്ലടാ, കത്തി എന്തി. ഓക്കെ, ഈ പാക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോട്ടോയുടെ ഏറ്റവും ബേസ് ഡിവൈസുകൾ വരുന്ന പാക്കിംഗ് അല്ല. നീ ശ്രദ്ധിച്ചിട്ടില്ലേ? മറ്റേ ഏറ്റവും ബേസിന് വേറൊരു പാക്കും, മിഡിൽ ബഡ്ജറ്റിന് വരുന്ന ഈ ഒരു പാക്കും, പിന്നെ ബ്ലാക്ക് പാക്ക് വരുന്നത് പ്രോപ്പർ ഫ്ലാഗ്ഷിപ്പിന്. അപ്പോൾ ഇത് അത്യാവശ്യം സ്റ്റാൻഡേർഡ് പാക്കിങ്ങിൽ വരുന്ന സാധനമാണ്. പ്ലാസ്റ്റിക് ഫ്രീ പാക്കിങ്, നല്ല രസമാണ്. ഇത് വലിയ മണമില്ല കേട്ടോ. നോട്ട് ഓൺ UV സ്ക്രീൻ പ്രൊട്ടക്റ്റർ. അപ്പോൾ ഇത് കേർവ്ഡ് സ്ക്രീൻ വരുന്നതുകൊണ്ട് UV സ്ക്രീൻ ഒട്ടിക്കുന്നതിൻ്റെ അലേർട്ടാണ് കേട്ടോ. സൂക്ഷിക്കണം, നിങ്ങൾ പ്രോപ്പറായിട്ട് ഒട്ടിക്കാവൂ. കേസോടുകൂടെ വരുന്നേ. അയ്യോ, ഓഹ് വാവ്, നൈസ്. സോ ദിസ് ഈസ് അവർ ഫോൺ. ഇതിനകത്ത് എന്താ സാധനം? കേസ് വരേണ്ട സാധനം, അത് കേസ് ഇട്ട് തന്നു. ദിസ് ഈസ് അവർ പേപ്പർ വർക്ക്. ഓക്കെ, ദെൻ ഈ സാധനം എന്ന് പറഞ്ഞാൽ UV സ്ക്രീൻ പ്രൊട്ടക്ടർ ഒട്ടിക്കുമ്പോൾ ഉള്ള സാധനം, അതറിയാമോ? അതിൻ്റെ പോർട്സിലൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയാണ്. ഇത് അതിൻ്റെ കൂട്ടത്തിലുള്ള ചാർജർ ആൻഡ് ഡേറ്റ കേബിൾസ്. ഇത്രേ ഉള്ളൂ പാക്കിംഗ്. ഇതാണ് മോട്ടോയുടെ ഏറ്റവും പുതിയ g85 എന്ന് പറയുന്ന ഡിവൈസ്. ഞാനൊരു കാര്യം ആദ്യം തന്നെ പറയാം, മാർക്കറ്റിൽ ചുട്ടപ്പം പോലെ വിറ്റ് പോകാൻ പോകുന്ന ഒരു അടിപൊളി ഡിവൈസ് ആണ്. ട്രസ്റ്റ് മീ, വലിയൊരു ജൈജാന്റിക് റെവല്യൂഷൻ തന്നെ കൊണ്ടുവരാൻ പോകുന്ന ഒരു ഡിവൈസ് ആണ്. കാരണം 20,000 രൂപയ്ക്ക് നമുക്ക് 12GB 256GB വേരിയന്റ് കിട്ടുന്നുണ്ട്. പക്ഷേ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 17,999 ആണ്. 18,000 രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതും ഈ ഒരു ഡിവൈസ്. പോരാത്തതിന് നമുക്ക് 1000 രൂപയുടെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഒരു ബാങ്ക് ഓഫർ നമുക്ക് എഫക്റ്റീവ് പ്രൈസോടെ കിട്ടുന്നുണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് 19,000 രൂപയ്ക്കാണ് 12GB 256GB വേരിയന്റ് കിട്ടുന്നത്. എന്തുകൊണ്ടാണ് ഇത് രാജാവെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ ഇതിന് ഡിസൈൻ ആണ് അൾട്രാ പ്രീമിയം 3D വീഗൻ ലെതർ ഫിനിഷ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഈ കളറിന്റെ പേര് കൊബാൾട്ട് ബ്ലൂ എന്നാണ്. മറ്റൊരു ഒലിവ് ഗ്രീൻ കളർ ഉണ്ട്, വളരെ പ്ലസന്റ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളർ അതാണ്. ഇത് മാത്രമല്ല അതൊരു PMMA ഫിനിഷ് വരുന്നുണ്ട്, അതൊരു ഗ്രേ കളറിലാണ് വരുന്നത്. ഇത്രയും ഫിനിഷസിലാണ് വരുന്നത്. പിന്നെ നിങ്ങൾ നോക്കിയില്ല, ഇതിന്റെ ക്യാമറ പ്ലേസ്മെന്റ് ആയാലും ഇതിന്റെ ആ ഒരു ബമ്പായാലും ലെതർ ഫിനിഷ് ആയാലും ഫ്രണ്ടിലത്തെ കെയർ ഡിസൈൻ ആയാലും എല്ലാം കിട്ടിലമാണ്. ഒരു പ്രീമിയം ബഡ്ജറ്റിൽ വരുന്ന ഡിവൈസിൽ വരുന്ന ഫീച്ചേഴ്സ് ആണ്. ട്രസ്റ്റ് മീ, അത് 20,000 രൂപയ്ക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് വലിയൊരു മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത്. നമ്മൾ ഈ പറഞ്ഞ ബഡ്ജറ്റിൽ ഒരു ഫോൺ വാങ്ങി കൈ പിടിക്കുകയാണെങ്കിൽ അതിലെ ആണെന്ന് പറയത്തില്ല, അതാണ് എന്റെ ഹൈലൈറ്റ്. ഒരു പ്രീമിയം ഡിവൈസ് പോലെ തന്നെ തോന്നും. ഇനി ഇതിന്റെ ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ ഒരു കേർ സ്ക്രീൻ തന്നെയാണ് 20,000 രൂപയ്ക്കകത്ത് മോട്ടോ ഒരുക്കിയിരിക്കുന്നത്. 6.7 ഇഞ്ചിന്റെ ഒരു OLED ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റും ഗൊറില്ല ഗ്ലാസ് 5ന്റെ സപ്പോർട്ടും അതേപോലെ തന്നെ നമുക്ക് HDR 10% സപ്പോർട്ടും 1600 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. മൾട്ടിമീഡിയയിൽ 20,000 രൂപയ്ക്കകത്ത് ബെസ്റ്റ് ഡിസ്പ്ലേ കണ്ണടച്ച് തന്നെ പറയാം. മൂന്നാമത്തെ കാര്യം, മോട്ടോ ഡിവൈസിലെല്ലാം നമ്മൾ ഉറ്റുനോക്കുന്നതിന്റെ OS ആണ്. ആൻഡ്രോയിഡ് 14 ബേസ് ചെയ്തിട്ടുള്ള ഹെലോ UI ആണ്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട UI ആണ്. ഇതിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ക്ലീൻ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ് നമുക്ക് വരുന്നത്. അത് തന്നെ ക്യാമറ UIയിലായാലും നോട്ടിഫിക്കേഷൻ ബാറായാലും എല്ലാ അടുത്ത സെറ്റിംഗ്സിലായാലും പക്ക ക്ലീൻ ആണ്, കാണാൻ പറ്റും. ഒന്നുമില്ല, ആവശ്യമുള്ള സാധനം മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് ഈ മോട്ടോ ഫോൺസിന്റെ ഹൈലൈറ്റ്. പിന്നെ ഇതിനകത്ത് നമുക്ക് സ്മാർട്ട് കണക്ട് എന്ന് പറഞ്ഞ ഒരു എക്കോസിസ്റ്റം ഫീച്ചർ ഉണ്ട്. മോട്ടോ എഡ്ജ് 50 അൾട്രാ വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു, ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരുന്നു. നമുക്ക് വളരെ സീംലെസ് ആയിട്ട് നമുക്ക് ഇത് PC ആയിട്ട് മറ്റുള്ള ഫോണുകളായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. വലിയ കാര്യമാണ്, UI വെച്ച് അടിപൊളിയാണ്. ഇനി ഇതിന്റെ ക്യാമറ നോക്കുവാണെങ്കിൽ ഈ സെഗ്മെന്റിൽ 50 മെഗാ പിക്സൽ ക്യാമറയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. സോണിയുടെ ലിഥിയ 600 ആണ് ഇതിനകത്ത് സെൻസർ വരുന്നത്. ഈ ഒരു G സെഗ്മെന്റിൽ ആദ്യമായിട്ടാണ് ഒരു സോണി സെൻസർ വരുന്നതെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം. നല്ല ക്ലീൻ UI ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കുറേ അധികം ഓപ്ഷൻസ് കാണാൻ പറ്റും. സ്ലോ മോഷൻ ഉണ്ട്, അതുപോലെ തന്നെ വീഡിയോ ഉണ്ട്, അതുപോലെ ഫോട്ടോ, പോർട്രേറ്റ്, പ്രോ മോഡ് അടിപൊളിയാണ്. പ്രോ മോഡ് നമുക്ക് നല്ല രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. മോറിനകത്തും കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇതിനകത്ത് വരുന്നുണ്ട്, വലിയൊരു കാര്യം തന്നെയാണ് എഗെയിൻ. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. പോർട്രേറ്റിലായാലും നമുക്ക് ഇതിനകത്ത് റോ ഫോർമാറ്റിൽ ഇവിടെ നമുക്ക് പെട്ടെന്ന് JPG മാറ്റി റോ ഫോർമാറ്റിൽ സ്വിച്ച് ചെയ്യാൻ പറ്റും പ്രോ മോഡിൽ. പിന്നെ റോ പ്ലസ് JPG ഫോർമാറ്റിൽ മാറ്റാൻ പറ്റും. അങ്ങനെ കുറേ അധികം എക്സ്പ്ലോർ ചെയ്യാനുള്ളതുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി, ട്രസ്റ്റ് മീ ഗൈസ്, ഈ ഒരു ബഡ്ജറ്റിൽ ഞാൻ ഞെട്ടിപ്പോയി ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി കണ്ടിട്ട്. നിങ്ങൾ സ്ക്രീനിൽ കണ്ടല്ലോ, ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ഉണ്ട്, ഫാർ ബെറ്റർ ആയിട്ട് തന്നെ വരികയാണ് മോട്ടോ. സത്യം പറഞ്ഞാൽ ഞെട്ടി. 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് പ്ലസ് മാക്രോ വരുന്നൊരു ക്യാമറയുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല ഫീൽഡ് ഓഫ് വ്യൂ കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൽ 32 മെഗാ പിക്സൽ ക്യാമറയാണ്, അതിലും അടിപൊളി ക്യാമറ. അതായത് നിങ്ങൾ ഈ ഒരു ബഡ്ജറ്റിന് ക്യാമറ സെൻട്രിക് ഫോണോടാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഫോട്ടോസൊക്കെ നിങ്ങളെ ഇങ്ങനെ എടുത്തെറിഞ്ഞ് നിങ്ങൾക്ക് സാമ്പിൾ നോക്കണമെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാം. ഈവൻ ദോ ഫസ്റ്റ് ഇംപ്രഷൻ ആയാൽ പോലും എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇതിൻ്റെ പോർട്രേറ്റ്സ് ഒക്കെ കിടിലമാണ്. ക്യാമറ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും കാശ് പോകുന്ന ആ ഒരു ഫീൽ വരത്തില്ല. മോർ ആൻഡ് മോർ സാമ്പിൾസ് അല്ലെങ്കിൽ ഒരു ഡെഡിക്കേറ്റഡ് റിവ്യൂവിൽ നമ്മൾ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. ഇത്രയും സ്ലിം ആയിട്ട് കൂടിയും 5000 mAh ബാറ്ററിയാണ് നമുക്ക് കിട്ടുന്നത്. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. ഈ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 5000 + 33 വാട്ട് അടിപൊളിയാണ്. സാധാരണ ഒരു 25,000 ഒക്കെ വരുമ്പോഴത്തേക്ക് 60 അങ്ങനെയൊക്കെ പോകാൻ പറ്റും. ഇത് 20,000 രൂപ, കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 17,000 രൂപയ്ക്ക് അത് നമുക്ക് 33 വാട്ട് 5000 mAh ബാറ്ററി വരുന്നുണ്ട്. നോക്കൂ വേണ്ട അടിപൊളി. LPDDR4X ആണ് ഇതിന്റെ റാം ടൈപ്പ്. UFS 2.2 ആണ് ഇതിന്റെ സ്റ്റോറേജ് ടൈപ്പ്. അതുപോലെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഒരു ബഡ്ജറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡോൾബിയുടെ ഹെഡ് ട്രാക്കിംഗ് അവൈലബിൾ ആണ്. മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരിക്കും. പറയാതിരിക്കാൻ വേണ്ട കാര്യം, ഡിസ്പ്ലേ ആ ഒരു ബാറ്ററിയും അതുപോലെ തന്നെ ഇതിന്റെ സ്പീക്കേഴ്സ് ആയാലും ഞാൻ പറഞ്ഞല്ലോ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ആയിരിക്കും. പിന്നെ ഇതിനകത്ത് പറയാനുള്ളത് 13 5G ബാൻഡ്സ് ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് വരുന്നുണ്ട്.
അഗെയിൻ എക്സലന്റ് കാര്യമാണ്. 2 years ഓഫ് OS അപ്ഡേറ്റും 4 years ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റും വരുന്നുണ്ട്. IP52 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസും വരുന്നുണ്ട്. നിങ്ങളൊരു ഫോൺ ഈ ഒരു ബഡ്ജറ്റിന് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? ഇതൊരു ലോങ് ടേം യൂസ് നോക്കിയിട്ട് അതിന്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യാനേ ഉള്ളൂ. കൊടുക്കുന്ന പൈസയ്ക്ക് 100% അല്ലെങ്കിൽ അതിൽ കൂടുതൽ റിട്ടേൺ തരുന്ന ഡിവൈസ് ആണ്. കണ്ണും പൂട്ടി എടുക്കാൻ പറ്റുന്ന ഡിവൈസ് ആണ്. ഞാൻ സീരിയസ്ലി ഇംപ്രസ്ഡ് ആയി. ഒരിക്കലും ഇങ്ങനൊരു ഇതിൽ വരുമ്പോഴത്തേക്ക് ക്യാമറ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി ഒന്ന് കോംപ്രമൈസ് ആവുമെന്ന് വിചാരിച്ചു. പക്ഷേ എക്സലന്റ് ഡിവൈസ് ആണ്. അപ്പം ഫസ്റ്റ് ഇംപ്രഷനിൽ ഞാൻ നന്നായിട്ട് തന്നെ ഇംപ്രസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു കിരീടം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് ഇതിൽ വെച്ചേനെ. 20,000 രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഡിവൈസ് ആയിട്ട് മാറാൻ പോവുകയാണ് മോട്ടോ G85. എന്തായാലും ഇതൊന്ന് കൂടുതൽ നേരം ഉപയോഗിച്ചിട്ട് എൻ്റെ പ്രൈമറി ഡിവൈസ് ആയിട്ട് സ്വിച്ച് ചെയ്തിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് അറിയിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേ ട്യൂൺ ആയിട്ട് ഇരിക്കാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയിൽ കണ്ടുമുട്ടാം.